ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പെർട്ട് എക്സൽ. എൻ്റെ പേര് ബഷീർ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ ബേസിക്സിനെ കുറിച്ചാണ്. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ഉപയോഗിക്കുന്ന എക്സലിൻ്റെ വേർഷൻ 2013 ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഷൻ ഇതിൽ നിന്നും പഴയതോ അല്ലെങ്കിൽ പുതിയതോ ആയിരിക്കാം. എല്ലാ വേർഷനിലും വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുകയുള്ളൂ. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എക്സലിൽ ഒരു പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ പല പല ഓപ്ഷൻസ് കാണും. ഇതിൽ പലതരം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ടെംപ്ലേറ്റ് ടേക്ക് എ ടൂർ എന്നുള്ളതാണ്. ഞാനിതിൽ ബേസിക് ട്യൂട്ടോറിയൽ പറഞ്ഞു തരുന്നതിനാൽ ആ ഓപ്ഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ്. അതുകൂടാതെ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഗെറ്റ് മോർ ഔട്ട് ഓഫ് പിവറ്റ് ടേബിൾ ട്യൂട്ടോറിയൽ, അങ്ങനെ തുടങ്ങി ധാരാളം ടെംപ്ലേറ്റ്സ് ഇതിലുണ്ട്. ഇതിലുള്ള ഓരോ ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് ഓരോ അവസരങ്ങളിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെയുള്ള സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും കഴിയും. ഇതിലുള്ള ഒരു ടെംപ്ലേറ്റാണ് അക്കാഡമിക് കലണ്ടർ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള കലണ്ടറാണ്. അത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവിധ ടെംപ്ലേറ്റ്സും വളരെ യൂസ്ഫുൾ തന്നെയാണ്. എക്സൽ ഫുള്ളായിട്ടും പ്രോപ്പറായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ലേഔട്ടാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഐറ്റംസ് ഉണ്ട്. അതിൽ ആദ്യമായിട്ടുള്ളത് ഏറ്റവും മുകളിലുള്ള ഈ ടാബാണ്. ഹോം ടാബ്, ഇൻസൈഡ് ടാബ്, പേജ് ലേഔട്ട് ടാബ്, അങ്ങനെ തുടങ്ങി കുറേ ടാബുകൾ ഇതിൽ കാണാൻ പറ്റുന്നു. ഓരോ ടാബും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിബൺ ഓപ്പണായി വരുന്നതാണ്. ഈ കാണുന്ന ഭാഗത്തിനാണ് റിബൺ എന്ന് പറയുന്നത്. ഇതാണ് ഹോം ടാബിൻ്റെ റിബൺ. ഇപ്പോൾ പേജ് ലേഔട്ടിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിബൺ ഓപ്പൺ ആയിട്ട് വരും. ഓരോ റിബണും ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. തീംസ്, പേജ് സെറ്റപ്പ്, സ്കെയിൽ ടു ഫീറ്റ്, ഷീറ്റ് ഓപ്ഷൻസ്, അറേഞ്ച്, അങ്ങനെ എല്ലാ ടാബിൻ്റെ റിബണിലും ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്. ചില ഗ്രൂപ്പ്സിൻ്റെ കോർണറിലായിട്ട് നമുക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും. അതാണ് ലോഞ്ച് ബട്ടൺ. ലോഞ്ച് ബട്ടൺ എല്ലാ ഗ്രൂപ്പിനും ഇല്ല. പേജ് സെറ്റപ്പിനുണ്ട്. എന്നാൽ അറേഞ്ച് എന്ന ഗ്രൂപ്പിന് ഈ ലോഞ്ച് ബട്ടൺ അവൈലബിൾ അല്ല. ഈ ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറെ കൂടി ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്പേസിൽ തന്നെ കുറെ ഓപ്ഷൻസ് എല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്പേസിന്റെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ എല്ലാം ഒരു ഗ്രൂപ്പാക്കി ഫിറ്റ് ചെയ്തു. എന്നാൽ മറ്റു ചിലങ്ങളിൽ ഫിറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അവിടെ ഒരു ലോഞ്ച് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചിലയിടങ്ങളിൽ ലോഞ്ച് ബട്ടൺ ഉണ്ട്, ചിലയിടങ്ങളിൽ ഇല്ല. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ചാണ്. ഇതിൽ ധാരാളം റോസും കോളംസും ഉണ്ട്. എ കോളം, ബി കോളം, സി കോളം, എക്സെട്ര. അത് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ധാരാളം റോസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ടോട്ടൽ 16,384 കോളംസ് ആണ് ഉള്ളത്. എ മുതൽ സെഡ് വരെയുള്ള കോളംസ് കഴിയുമ്പോൾ പിന്നെ എ എന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റോ എന്താണെന്ന് നോക്കാം. ഇതാണ് റോ നമ്പർ 1, റോ നമ്പർ 2, ഇത് റോ നമ്പർ 3. അങ്ങനെയുള്ള കുറെ റോസും കോളംസും വെച്ചിട്ടാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കോളമും ഒരു റോയും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഒരു സെൽ ഉണ്ടാകുന്നത്. സോ ഇതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ഓരോ സെല്ലിനും അതിൻ്റെതായ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഒരു പേരുണ്ട്. ഈ പർട്ടിക്കുലർ സെല്ലിന്റെ പേരാണ് C2. ഈ പേര് എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. കോളം സിയും റോ നമ്പർ 2യും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഒരു C2 ഫോം ചെയ്തിട്ടുള്ളത്. റോസ്, കോളം, സെൽസ്. ഇതുകൂടാതെ ഒന്നുകൂടി ഉണ്ട്, റേഞ്ച്. ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം. റേഞ്ചിനും അതിൻ്റെതായ ഒരു പേരുണ്ട്. ഇതുപോലെ E5 മുതൽ G13 വരെയാണ്. അപ്പോൾ അതിന്റെ പേര് നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ E5 G12, ഇങ്ങനെയാണ് ഇതിന്റെ പേര് കൊടുക്കുന്നത്. ഇതാണ് ഈ റേഞ്ചിന്റെ പേര്. അപ്പോൾ നമ്മൾ ഇതുവരെ ടാബ്സ്, റിബൺസ്, ഗ്രൂപ്പ്സ്, റോസ്, കോളം, സെൽസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഷീറ്റ്സ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്. ഇത് ഷീറ്റ് 1 നമ്പർ 1, ഷീറ്റ് നമ്പർ 2, ഷീറ്റ് നമ്പർ 3, ഇങ്ങനെ പല ഷീറ്റുകളും ഒന്നിച്ചു കൂടുമ്പോഴാണ് ഒരു വർക്ക് ബുക്കായി മാറുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം വെറും ഫൗണ്ടേഷൻ മാത്രമാണ്. ഇനി എക്സൽ വർക്ക്ഷീറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട്. ഇതിന്റെ ലോവർ റൈറ്റ് കോർണറിൽ ഉള്ള സൂം സെക്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സൂം ഇൻ, സൂം ഔട്ട് ചെയ്യാൻ കഴിയും. ഇനി A1 സെല്ലിൽ നമുക്ക് കുറച്ച് ഡാറ്റ എൻട്രി ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ എക്സൽ ഷീറ്റിൽ എന്റെ പേയിങ് ചെക്ക് ലിസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈറ്റിലാണ് പേയിങ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് കാണാം ഈ ടെക്സ്റ്റുകൾ ഈ കോളത്തേക്കാൾ വലിപ്പം കൂടുതലുണ്ട്. ഇത് A1 മുതൽ B1 വരെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല, ഇതുപോലും തോന്നലാണ്. ഈ വേർഡ്സ് എല്ലാം A1ൽ തന്നെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. B1 സെലക്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും A1ലുള്ള ഡാറ്റ അവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഷീറ്റ് നമുക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ല. ഈ കോളത്തിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് കോളത്തിൻ്റെ നടുവിലുള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഇനി നമ്മൾ എൻ്റർ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് കഴ്സർ അതിൻ്റെ താഴെയുള്ള സെല്ലിലേക്ക് പോകുന്നതായി കാണാൻ പറ്റും. ഇതുപോലെ
ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഷിഫ്റ്റ് പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മുകളിലേക്ക് പോകുന്നതാണ് ഇതുപോലെ. അതുപോലെ ഇനി B1 സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേഴ്സർ B1ലേക്ക് പോകും, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ സിയിലേക്ക് പോകണമെങ്കിലും നെക്സ്റ്റ് ടാബ് പ്രസ് ചെയ്യുക, പിന്നെ ടാബ് പ്രസ് ചെയ്താൽ ഡിയിലേക്ക് പോകും, പിന്നെ ഇയിലേക്ക് പോകും. അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നതായി കാണാം. സോ ഷിഫ്റ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത് ഓപ്പോസിറ്റ് ആയി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ ടു ഡൗൺ, ഷിഫ്റ്റ് എൻ്റർ ടു അപ്പ്, ടാബ് ടു റൈറ്റ്, ഷിഫ്റ്റ് ടാബ് ടു ലെഫ്റ്റ്. ഇനി നേവിഗേഷൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന മറ്റൊരു വഴിയാണ് കീബോർഡിൽ ഉള്ള ആരോ കീസ്. അതുപയോഗിച്ച് നമുക്ക് ടോപ്പ് ടു ബോട്ടം, അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ നമുക്ക്. അതുമല്ലെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ചും നമുക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ കഴിയും. മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെല്ലിലേക്കും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. എക്സൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കീബോർഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ A1-ൽ ഒരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതിന് താഴെ കുറച്ച് കാറ്റഗറീസും എഴുതാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ A2-ൽ കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ടാബ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് കഴ്സർ മൂവ് ചെയ്യണം. ഇനി അതിൽ ബിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഗൈൻ ടാബ് പ്രസ് ചെയ്യുന്നു. C2-ൽ എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഗൈൻ ടാബ് പ്രസ് ചെയ്യുന്നു. ഡ്യൂ ഡേറ്റ്, വീണ്ടും ടാബ് പ്രസ് ചെയ്ത് ഡേറ്റ്, പെയ്ഡ്. ലാസ്റ്റ് എൻട്രി ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കഴ്സർ ഏറ്റവും ലെഫ്റ്റിലുള്ള സെല്ലിൻ്റെ താഴെ എത്തുന്നതാണ്. ഇനി കാറ്റഗറിയുടെ തൊട്ട് താഴെ ഫസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് എഴുതണം. അതിന് ഞാൻ ഹൗസ് ഹോൾഡ് എന്നാണ് എഴുതുന്നത്. ഇനി ടാബ് പ്രസ് ചെയ്യണം. ബില്ലിന് തന്നെ മോർട്ട്ഗേജ് ലോൺ എന്ന് എഴുതാം. എമൗണ്ട് 35,000. അതിൻ്റെ ഡ്യൂ ഡേറ്റ് 05/20/20. പെയ്ഡ് ഡേറ്റ് 19/05/2020. അടുത്തത് കാറ്റഗറി ഹൗസ് ഹോൾഡ് തന്നെ. ഇലക്ട്രിസിറ്റി ബിൽ അത് 2,500. 15/05/2020. 10/05/2020. ഇങ്ങനെയാണ് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. ഡാറ്റ എൻട്രി ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ടാബ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യണം. അപ്പോഴാണ് അടുത്ത സെല്ലിലേക്ക് പോകുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ലിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആ സെല്ലിൻ്റെ പുറത്ത് വന്നിട്ടാണ് അതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എൻട്രി ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ ദ സെൽ, ഓൺ ദ സെൽ എന്ന ഡിഫറൻസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് അതിൻ്റെ അകത്ത് ഡയറക്റ്റ് കയറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആ സെല്ലിലുള്ള എല്ലാ ലെറ്റേഴ്സും, ദാറ്റ് മീൻസ് ആ വേർഡ് മൊത്തമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ കുറച്ചുകൂടി ഡാറ്റ എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എല്ലാ ഡാറ്റാസും എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഈ വർക്ക്ഷീറ്റ് കാണാൻ അത്ര ഭംഗി പോരാ. ഇതിനെ അല്പം കൂടി ചേഞ്ചസ് വരുത്തി ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കണം. ഇതിലെ ടൈറ്റിൽ ഒരു മൂലക്കായ ഒറ്റയ്ക്ക് കിടക്കുന്ന പോലെ തോന്നുന്നു. ആദ്യമായി ഇതിനെ എങ്ങനെ നമുക്ക് മോടി പിടിപ്പിക്കാമെന്നോ. ആദ്യം ഇതിനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹോം ടാബിൽ പോവുക. ഹോം റിബണിലുള്ള ബോൾഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോൾഡ് ആവുന്നതായി കാണാം. വേണമെങ്കിൽ നമുക്കതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലെറ്ററിന് ചേഞ്ച് ചെയ്യാം. ഇതൊന്നും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോ ഫിൽ എന്ന് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് തന്നെ ആവുകയും ചെയ്യും. അതുകൂടാതെ ഇതിനെ ഇറ്റാലിക് ആക്കാനും അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാനും സാധിക്കും. ഈ ഓപ്ഷൻസ് എല്ലാം ഈ റിബണിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് വേണ്ടതെങ്കിൽ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിനെ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നമ്മുടെ കണ്ടന്റ് എവിടെ വരെയാണ് അവിടെ വരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഹോം ടാബിൽ പോവുക. അത് ഹോം ടാബിന്റെ റിബണിനകത്തുള്ള അലൈൻമെന്റ് ഗ്രൂപ്പിൽ മെർജ് ആൻഡ് സെൻട്രലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ എല്ലാ സെൽസും ഒന്നിച്ച് മെർജായി. മെർജ് ആൻഡ് സെൻട്രൽ. അതുപോലെ നമ്മുടെ ടൈറ്റിൽ സെൻട്രലായി വരുന്നു കാണാം. ഇപ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടില്ലെന്ന് നോക്കൂ. ഇനി ഈ സെല്ലിൽ നോക്കിയാൽ ഇത് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഈ സെല്ലിൽ ഫിറ്റ് അല്ല എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ കോളത്തിന്റെ
വലിപ്പം അല്പം കൂട്ടണം. ഇതിനൊരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. ഈ കാണുന്ന 2 കോളത്തിന്റെ നടുവിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിലെ ടെക്സ്റ്റിന്റെ വലിപ്പം അനുസരിച്ച് ആ സെല്ലിന്റെ വിഡ്ത്ത് കൂടുന്നതായിരിക്കും. അപ്പോൾ ഈ കോളത്തിനകത്ത് എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും ഇത് ഫിറ്റ് ആവുക. അതുപോലെ സിയിലെ സെല്ലിലും നമുക്ക് അതുപോലെ ഫിറ്റ് ആക്കാൻ കഴിയും. അതുപോലെ ഡിയിൽ. ഇനി ഈ ഷീറ്റിൽ കുറേയധികം കോളംസ് ഉണ്ടെന്ന് കരുതുക. ഓരോ കോളത്തിലും ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലെവിടെയെങ്കിലും നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ച് അത് ഫിറ്റായിട്ട് വരും. എല്ലാ കോളവും ഫിറ്റായി. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളംസിനും ഒരേപോലെ തന്നെ അത് എഫക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ ടൈം സേവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് എക്സലിന്റെ നല്ലൊരു ട്രിക്കാണ്. എല്ലാ കോളംസും ഒന്നോടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് തിരിച്ച് ഡ്രാഗ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കോളംസിൻ്റെയും റീസൈസായി. അപ്പോൾ എല്ലാ സൈസിനും അത് എഫക്റ്റ് ആയി. ഇപ്രകാരം നമ്മുടെ കോളത്തിൽ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ നമുക്കിപ്പോൾ അത് വായിക്കാനും പറ്റുന്നുണ്ട് നന്നായിട്ട്. അതുപോലെ അതിന് തൊട്ട് താഴെയുള്ള കാറ്റഗറിയുടെ കോളത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മോഡിഫിക്കേഷൻ വരുത്താം. ഇതിനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് ഹോം റിബണിലുള്ള അലൈൻമെന്റിന്റെ ഗ്രൂപ്പിലുള്ള സെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ അത് ബോൾഡ് ആക്കാൻ പറ്റും. ലെറ്ററിന്റെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കാനും കൂട്ടാനും കഴിയും. അതുപോലെ ഇറ്റാലിയൻ ആക്കാം. അതുപോലെ ഒരു റോയിൽ ധാരാളം ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ലേഔട്ട്സ് ലൈക്ക് ടാബ്സ്, റിബൺസ്, ഗ്രൂപ്പ്സ്, സെൽസ്, കോളംസ്, റോസ്, റേഞ്ചസ്, ഷീറ്റ്സ് ആൻഡ് വർക്ക് ബുക്ക് ഒക്കെയാണ്. കൂടാതെ ഡാറ്റ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്നും അതെങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചേഞ്ച് ചെയ്യാമെന്നുമാണ്. കൂടാതെ കോളം വിഡ്ത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പഠിച്ചു. ഇനി റോ ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അത് റീസൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോളം വിഡ്ത്ത് ചെയ്തതുപോലെ തന്നെ ഇതിവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചാലും മതി. എനിക്ക് തോന്നുന്നു എന്തായാലും എക്സലിൻ്റെ ബേസിക്കായ നല്ല ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് എക്സൽ സ്കിൽസ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതിലൂടെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാക്കാനുള്ള സമയം വളരെ സേവ് ചെയ്യാൻ കഴിയുന്ന ഫോർമുലാസ്, ഫങ്ഷൻസ്, അതെല്ലാം എക്സലിന്റെ പവർ എന്നാണ് പറയുന്നത്. അതുകൂടാതെ അഡ്വാൻസ്ഡ് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എല്ലാവരും ആ വീഡിയോ കൂടി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് എക്സൽ ബേസിക്സ് വീഡിയോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.